ഞാൻ പി വി അൻവറിന് വലിയ രാഷ്ട്രീയ ഭാവി കാണുന്നില്ല. ഇതിപ്പോൾ ഏരെന്നും ആരെക്കൊണ്ടെങ്കിലും ശുപാർശ ചെയ്യിച്ച് എൻ്റെ പൊന്നിയേട്ടാ എനിക്ക് എന്തെങ്കിലും ഒരു മേൽവിലാസം വേണം, കാശൊക്കെ തരാം എന്ന് പറഞ്ഞ് വലിയ സംഭാവനയോ എന്തെങ്കിലും കൊടുത്തിട്ടായിരിക്കണം ഈ തൃണമൂൽ കോൺഗ്രസ്സിൽ കയറിയത്. കാര്യം എന്താണെന്നറിയാമോ? തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ മുഴുവൻ പേര് കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു പാർട്ടിയാണ്. മമതാ ബാനർജി എന്ന് കേട്ടിട്ടുണ്ട്. AITMC എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അറിയുമോ? ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എന്നാണ് ആ പാർട്ടിയുടെ പേര്. അപ്പോൾ അവർ കോൺഗ്രസ്സിനെ പിന്തുണയ്ക്കുന്നില്ല, അത് വാസ്തവമാണ്. ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് ഡൽഹി തിരഞ്ഞെടുപ്പാണ്. അതിൽ മമതാ ബാനർജി കേജ്രിവാളിനെയാണ് പിന്തുണയ്ക്കുന്നത്. തുറന്നു പറഞ്ഞു അവർക്ക് കോൺഗ്രസ്സിനെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ ഒട്ടും ഇഷ്ടമല്ല. ആ സ്ത്രീക്ക് രാഹുൽ ഗാന്ധിയും മമതാ ബാനർജിയും കൂടെ ഒരു സ്റ്റേജിൽ വന്നത് അത്യപൂർവം ഒരു തവണയും മറ്റുമാണ്. ഇന്ത്യ മുന്നണി തന്നെ ഇല്ല എന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാവരും. അഖിലേഷ് യാദവ് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ട്, അരവിന്ദ് കെജ്രിവാളിന് വേണ്ടിയിട്ട് പ്രചാരണത്തിന് ഡൽഹിയിൽ വന്നു. ഉദ്ധവ് താക്കറെ ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുന്നു. ഉദ്ധവ് താക്കറേക്ക് അങ്ങേര് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അങ്ങേർക്ക് ഒരു 10 ലക്ഷം വോട്ട് ഡൽഹിയിലുണ്ടെന്ന് തോന്നുന്നു. ഒന്നുമില്ല, ബട്ട് സപ്പോർട്ട്. ഇയാൾ ലാലു യാദവിൻ്റെ മകൻ തേജസ്വി യാദവ്, അയാൾ ചോദിച്ചു, അല്ലേ ഈ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞാൽ ലോക്സഭയ്ക്കുള്ളതല്ലേ, നിയമസഭയിൽ എന്താ കാര്യം എന്ന് ചോദിച്ചു. കാശ്മീരിൽ ഒമർ അബ്ദുള്ള അങ്ങനെ പറഞ്ഞു, ഇന്ത്യ മുന്നണി ഉണ്ടോ എനിക്കറിയില്ല, നിങ്ങൾ ആ ഒരു യോഗം പോലും വിളിച്ചു കൂട്ടിയിട്ടില്ല, അതിൻ്റെ നേതാവ് ആരാണെന്ന് അറിഞ്ഞുകൂടാ. സത്യമാണ്. ഇന്ത്യ മുന്നണി യോഗം കൂടിയിട്ട് ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ട് രാഹുൽ ഗാന്ധിയെയോ മറ്റാരെങ്കിലുമോ വാഴിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി സ്വയം എടുത്തണിയുന്നൊരു കുപ്പായമാണത്. പുല്ലുവിലയാണ് രാഹുൽ ഗാന്ധിക്ക് ഇവരുടെയൊക്കെ മനസ്സിൽ. മമതാ ബാനർജി അത് തുറന്നു പറയും, സോണിയാഗാന്ധിയെ വേണമെങ്കിൽ വില വയ്ക്കാം, ഈ ചെറുക്കനെ വകവയ്ക്കാനൊന്നും എന്നെ കിട്ടില്ല. ഇതാണ് അവരുടെ. അപ്പോൾ ഇവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കോർഡിനേറ്ററായിട്ടാണ് പി വി അൻവറെ വെച്ചിരിക്കുന്നത്. കോർഡിനേറ്റർ എന്ന് പറഞ്ഞൊരു പദവി ആ പാർട്ടിയിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ അവരുടെ ഭരണഘടനയൊന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. എന്നാലും സാധാരണ ഇതിൽ കോർഡിനേറ്റർ എന്ന് പറഞ്ഞൊരു സാധനമില്ല. എല്ലാ പാർട്ടികളും ഇതുപോലത്തെ അവസരങ്ങൾ വരുമ്പോൾ, ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഒരാൾ ഇങ്ങനത്തെ കുഴപ്പത്തിൽ വന്ന് ചാടുന്നത്. അപ്പോൾ ചെയ്യുന്നത് ഒരു അഡ്ഹോക്ക് കമ്മിറ്റി ഉണ്ടാക്കും, സംസ്ഥാന കമ്മിറ്റിയാണ്. ആ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റോ ചെയർമാനുമായിട്ട് ഇയാളെ വയ്ക്കും. അപ്പോൾ അത് അവരുടെ ഭരണഘടനയ്ക്കുള്ളിൽ വരും. താൽക്കാലിക സമിതി. ഇതങ്ങനെ പോലുമില്ല. കോർഡിനേറ്റർ എന്ത് കോർഡിനേറ്റ് ചെയ്യാൻ, ആരെ കോർഡിനേറ്റ് ചെയ്യാൻ, ഇങ്ങനെ എവിടെയാണ് ഇങ്ങനെ സംയോജിപ്പിക്കേണ്ടത്? ഒന്നുമില്ല. അപ്പോൾ അതിങ്ങനെ എനിക്ക് തോന്നുന്നത് എരന്നും പിടിച്ചും കരഞ്ഞും ഒക്കെ ഇപ്പോൾ ശരി എന്തെങ്കിലും ചെയ്യും, എന്തായൊക്കെ വേണമെന്ന് വെച്ചാൽ കൊടുക്കുക. അപ്പോൾ ഒരു പത്രക്കുറിപ്പ് ഇറക്കാം, ഇദ്ദേഹത്തെ എന്ത് സ്ഥാനം കൊടുക്കും, അത് ഭരണഘടനയ്ക്കുള്ളിലൊന്നും പറ്റില്ല. അപ്പം കോർഡിനേറ്ററൊന്നും അങ്ങനെ വല്ലതും കൊടുക്കും. അങ്ങനെ ഇനി ഇതൊക്കെ മമതാ ബാനർജി അറിഞ്ഞിട്ടാണ് ദൈവത്തിനറിയാം. കാരണം നേരിട്ട് മമതാ ബാനർജിയെ വേണ്ടി ഇയാൾ കണ്ടിട്ടില്ല. പി വി അൻവർ തന്നെ അവകാശപ്പെടുന്നത് ഈ ഓൺലൈനിൽ അവരുമായിട്ട് സംസാരിച്ചു എന്നാണ്. ഏത് ഭാഷയിലാണെന്ന് അറിയില്ല. എന്തുമായിക്കോട്ടെ, അദ്ദേഹം സംസാരിച്ചു. നമുക്കിപ്പോൾ അത് പറയേണ്ട കാര്യമില്ല. ബംഗാളിൽ മമത ഭയങ്കരമായിട്ട് കോൺഗ്രസിനെ എതിർക്കുന്നുണ്ട്. കോൺഗ്രസും CPM-ഉം തമ്മിൽ ചേർന്നാണ് അവിടെ മമതയ്ക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് അവർ കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടി എന്ന് പറഞ്ഞാൽ പറ്റുമോ? അവർ പറയും, അല്ല കേരളത്തിൽ ഞങ്ങൾക്ക് സ്റ്റേക്കൊന്നുമില്ല, അതുകൊണ്ട് കോൺഗ്രസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഡൽഹിയിൽ നിങ്ങൾക്ക് എന്ത് സ്റ്റേക്ക് ഉണ്ടായിട്ടാണ് നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണച്ചത്? അവിടെയും കോൺഗ്രസിനെ പിന്തുണയ്ക്കണ്ടേ? നിങ്ങൾക്ക് സ്റ്റേക്കില്ലല്ലോ. ഇതിനവരെന്ത് പറയും? ഇദ്ദേഹത്തിന് ഇത് കേരളത്തിലിരുന്നുകൊണ്ട് എന്തും പറയാം. അവരെ സംബന്ധിച്ചോളം അങ്ങനെയല്ല, അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ശരത് പവാറുമായിട്ടുള്ള റിലേഷൻ, അഖിലേഷ് യാദവുമായിട്ടുള്ള റിലേഷൻ, ലാലു യാദവുമായിട്ടുള്ള റിലേഷൻ, ഒമർ അബ്ദുള്ളയായിട്ടുള്ള റിലേഷൻ, ഇതെല്ലാം നോക്കിയാണ് മമതാ ബാനർജി ഒരു പ്രസ്താവനയോ റിയാക്ഷനോ നടത്തുന്നത്. പി വി അൻവറിന് ഇപ്പോൾ ഉത്തരവാദിത്വമൊന്നുമില്ല, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. AITMCയുടെ കോർഡിനേറ്ററാണ്. കോർഡിനേറ്റർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? ആ ഒരു അവസ്ഥയാണ്. ഐ ഡോണ്ട് സീ എനി പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഫോർ ഹിം, ബട്ട് ഐ വിഷ് എവരി സക്സസ് ഇൻ ഹിസ് ലൈഫ്. കാരണം നമ്മൾ വെറുതെ ഒരു മനുഷ്യനെ
ആശംസകൾ കൊടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ബട്ട് ഇത് എങ്ങും എത്തിക്കാൻ അദ്ദേഹത്തിന് പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല.